ഉണ്ണിയളിയൻ പാവമാ, ശുദ്ധനാണ്. ഇതാണ് ഉണ്ണിയളിയനെ പറ്റി ആരോമലിൻ്റെ അഭിപ്രായം. ഇപ്പോഴെന്താ ഗുണ്ടകളൊക്കെ ശുദ്ധന്മാരും പാവങ്ങളുമാണ്. കഴുത്താണ് ഉണ്ണിയളിയൻ്റെ മെയിൻ. അധികം കളിച്ചാൽ കഴുത്തിനൊരു പിടുത്തം, പിന്നെ അനങ്ങില്ല. അമ്പിളിയുടെ അമ്മാവനെയും സുജിത് വാസുവിൻ്റെ ചങ്ക് ബ്രോയെയും ഉണ്ണിയളിയൻ അങ്ങനെയാണല്ലോ ഒതുക്കിയത്. പറഞ്ഞു വന്നത് വിനോദ് ലീല സംവിധാനം ചെയ്ത മന്ദാകിനിയെക്കുറിച്ചാണ്. ഉണ്ണിയളിയനായി വിനോദ് തട്ടിൽ നിറഞ്ഞു നിന്ന സിനിമ. എനിക്ക് വിനോദ് തട്ടിലിനെ കാണുമ്പോൾ അയ്യപ്പനും കോശിയിലെ പുള്ളിയുടെ ചെക്കൻ അടി എരന്ന് വാങ്ങുന്ന ടൈപ്പാണ് ട്ടാ എന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത്. എന്തായാലും പുള്ളി ഇതിൽ ശരിക്കും അർമാദിച്ചിട്ടുണ്ട്. ആ കൊച്ചു പയ്യനും ഉണ്ണിയളിയനുമായിട്ടുള്ള വാക്കുതർക്കങ്ങളും ബഹളവും ഒക്കെ അടിപൊളിയാണ്. ഭാര്യയായി വന്ന അശ്വതി ശ്രീകാന്തുമായിട്ടുള്ള കെമിസ്ട്രിയും കലക്കി. അൽതാഫ് സലീം ആസ് യൂഷ്വൽ തഗ് ഡയലോഗുകളുമായി ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. ക്ലൈമാക്സ് രംഗങ്ങളിലെ സീരിയസ് ആയിട്ടുള്ള സീനുകളും അൽതാഫ് ഭംഗിയാക്കി. അനാർക്കലി മരിക്കാറും അൽതാഫുമായിട്ടുള്ള രംഗങ്ങളും രസകരമാണ്. തികച്ചും വ്യത്യസ്തമായ റോളിലാണ് ഇതിൽ ഗണപതി. ക്ലൈമാക്സിലെ ഗണപതിയുടെ എക്സ്പ്രഷൻസൊക്കെ അടിപൊളിയാണ്. 10 പവൻ്റെ സ്വർണവും അടിച്ചു മാറ്റി പെണ്ണിനെയും തേച്ച് അവളുടെ കല്യാണത്തിന് അതിനെ വന്നിരുന്ന് പായസം ചോദിച്ചത് എന്തോ പായസത്തിൽ കല്ല് കടിച്ചതുപോലെയായി. സ്ത്രീകൾക്കും പ്രാധാന്യമുള്ള സിനിമയാണ് മന്ദാകിനി. ക്ലൈമാക്സിലെ ആരോമലിൻ്റെ അമ്മയുടെ മാസ് പൊളിച്ചടുക്കി. ഗൗരവമുള്ള സിനിമകളുടെയും മാസ് സിനിമകളുടെയും ഒക്കെ ഇടയിൽ ഇങ്ങനെയുള്ള ഫീൽ ഗുഡ് സിനിമകൾ റിലാക്സിംഗ് ആണ്. പക്ഷേ നിഷ്കളങ്കരായ പെൺകുട്ടികളെ വലയിലാക്കി അവരെ പറ്റിച്ച് കടന്നു കളയുന്ന കപട കാമുകന്മാരെ പെൺകുട്ടികൾ തിരിച്ചറിയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.